കാർഗിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വായിക്കുകയാണ്. പാകിസ്ഥാൻ ആദ്യമായിട്ട് സമ്മതിച്ചു കാർഗിൽ യുദ്ധത്തിൽ, അതായത് ഇന്ത്യൻ ടെറൈനിലോട്ട് കടന്നു കയറിയത് പാകിസ്ഥാൻ പട്ടാളമായിരുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പാകിസ്ഥാൻ്റെ വാദം. അവർ പറഞ്ഞിരുന്നത് കാശ്മീർ പോരാളികൾ, അതായത് കാശ്മീർ ടെററിസ്റ്റുകളായിരുന്നു കാർഗിൽ ഭാഗത്തോട്ട് വന്നത്. ഇത് കഴിഞ്ഞും പോയ സമയത്തും കാർഗിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് ഈ കാര്യങ്ങളെപ്പറ്റി ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ചെയ്തൊരാളാണ്. കാരണം 1971 ശേഷം ഇന്ത്യൻ ടെറൈൻ്റെ അകത്ത് ഇന്ത്യൻ ആർമിയുടെ ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു കാർഗിൽ. നമ്മളെല്ലാ വർഷവും കാർഗിൽ ദിവസ് എന്ന് പറഞ്ഞ് ആചരിക്കുന്നുമുണ്ട്. ഏകദേശം 525ഓളം ഇന്ത്യൻ സൈനികരാണ് കാർഗിലിൽ കൊല്ലപ്പെട്ടത്. 1000-ലധികം ഇന്ത്യൻ സൈനികർ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡായി. ഇതാണ് കാർഗിൽ സംഭവം ഉണ്ടായത്. നമ്മൾ ടൈഗർ ഹിൽസ് ഈ പറയുന്ന പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു. ഇനി നമുക്ക് ആലോചിക്കാം, ഇപ്പം ഈ പറഞ്ഞ സ്ഥിതിക്ക് ഒരു യാഥാർത്ഥ്യവും സത്യവും സുബ്രഹ്മണ്യം കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിനെ തുടർന്ന് പട്ടാളത്തിലെ വളരെ സീനിയറായ പല ഉദ്യോഗസ്ഥരോടും ഈ കാർഗിലിനെ പറ്റി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ പല പോയിൻ്റുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കും ഒരു കാരണവശാലും നമ്മൾ കാർഗിലിൽ തോറ്റു എന്ന് പറയാൻ എവിടെയും താല്പര്യമില്ല. പക്ഷേ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സത്യം അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ പലതും മൂടി വെക്കാൻ പലയിടത്തും ശ്രമിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ സത്യം പുറത്തറിയുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് കാർഗിലിൽ സംഭവിച്ചത്. ചരിത്രം എടുക്കാം. 1998 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭ, അതായത് BJP മന്ത്രിസഭ, പല സഖ്യകക്ഷികൾ പിന്തുണച്ചാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അതായത് മൈനോറിറ്റി ഗവൺമെൻറ് വിത്ത് മെജോറിറ്റി സപ്പോർട്ട്. അങ്ങനെയാണ് അദ്ദേഹം ആ ഗവൺമെൻറ് കൊണ്ടുപോയത്. ഇദ്ദേഹം എടുത്ത ഒരു നിലപാടായിരുന്നു പോഖറാൻ 2, ഇന്ത്യയുടെ ആണവ പരീക്ഷണം രാജസ്ഥാൻ പോഖറാൻ മേഖലയിൽ, മരുഭൂമിയാണ് അവിടെ നടത്തിയത്. അവിടെ ഹൈഡ്രജൻ ബോംബ്, മറ്റുള്ള ബോംബുകൾ പലതും ഏകദേശം 5-ൽ പരം ഹൈഡ്രജൻ ഈ ന്യൂക്ലിയർ വെപ്പൺസാണ് അവിടെ ടെസ്റ്റ് ചെയ്തത്. ലോകം മുഴുവനും ഷോക്കായി. കുറച്ച് കഴിയുമ്പോൾ അത് പാകിസ്ഥാനും പോയി ടെസ്റ്റ് ചെയ്ത്. ഇന്ത്യ ടെസ്റ്റ് ചെയ്ത ശേഷമാണ് പാകിസ്ഥാൻ ആദ്യമായിട്ട് അവരും ഏതോ ഭാഗത്ത് പോയിട്ട് ഏതോ 3-4 ബോംബുകൾ അവരും ന്യൂക്ലിയർ വെപ്പൺസ് അവരും ടെസ്റ്റ് ചെയ്യുന്നത്. നമ്പർ 1. ഇപ്പം ലോകം ഷോക്കായപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മറ്റ് പല രാജ്യങ്ങളും. എന്നിട്ട് ഈ അണുപരീക്ഷണത്തിന് അമേരിക്ക തന്ന പണിയാണ് കാർഗിൽ യഥാർത്ഥത്തിലുണ്ടായത്. അതുകൊണ്ട് കറക്റ്റ് 1 വർഷം കഴിയുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പട്ടാളത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ് പോലും അറിയാത്ത, അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേഷന് പാകിസ്ഥാന് മുകളിലുള്ള സ്വാധീനം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ടെലിഫോണിക് കോൺവെർസേഷനൊക്കെ പലയിടത്തും ലീക്കായിട്ടുണ്ട്. അതായത് നവാസ് ഷെരീഫും അന്നത്തെ മുഷറഫ് ആയിരുന്നു പാകിസ്ഥാൻ്റെ ആർമിയുടെ ചീഫ്. അവർ തമ്മിൽ ടെലിഫോണിക് കോൺവെർസേഷനൊക്കെ പലയിടത്തും ആ ലീക്കായി വന്ന് പലരും കേട്ടിട്ടുണ്ട്. അന്ന് നവാസ് ഷെരീഫ് കൃത്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, അദ്ദേഹം അറിയാതെയാണ്, അതായത് പ്രധാനമന്ത്രിയും കൂട്ടരും അറിയാതെയാണ് പട്ടാളം ഈ നീക്കം നടത്തിയത്. അതായത് കൃത്യമായിട്ട് അമേരിക്ക ഇന്ത്യക്ക് തന്ന പണിയായിരുന്നു കാർഗിൽ. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഇതാണ് ഡീപ്പ് സ്റ്റേറ്റ്. ഇതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ്. അവൻ ഇഷ്ടമല്ലാത്ത ചെയ്തു കഴിഞ്ഞാൽ അവൻ പല രീതിയിൽ കയറി ചെയ്യും. ഇനി അടുത്ത ചോദ്യം, ശരിക്കും നമ്മൾ കാർഗിലിൽ ജയിച്ചോ ഇല്ലേ? ഇതാണ് ചോദ്യം.
ഞാൻ ഈ പല ഓഫീസേഴ്സിനോടും ഈ സുബ്രഹ്മണ്യം കമ്മിറ്റി റിപ്പോർട്ടും എല്ലാം വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ കാർഗിലിൽ ശരിക്കും തോറ്റു. നമ്മൾ പല ടൈഗർ ഹിൽസ് അവിടെ ഇവിടെയൊക്കെ പിടിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്നിട്ട് അമേരിക്ക തന്നെയാണ് ഈ പാകിസ്ഥാൻ സൈന്യത്തോട് പറയുന്നത്, നിങ്ങൾ പിന്മാറണം, തൽക്കാലം ഇത്രയും മതി. അവർക്ക് പിന്മാറാൻ 2 ദിവസം സമയം കൊടുത്തു. അതിനുശേഷമാണ് അവർ പിന്മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിത് വിജയിച്ചു. ശരിക്കും അടി കിട്ടിയത് ആർക്കാണ്? നമുക്ക് ഇന്നും പാകിസ്ഥാൻ കണക്കുകൾ പുറത്തു വിടുന്നില്ല, അവരുടെ എത്ര സൈനികരാണ് അതിൽ കൊല്ലപ്പെട്ടത്. ഇനി ഞാൻ പറയാം എങ്ങനെയാണ് ഈ ടെറൈൻ എന്ന് പറയുന്നത്. വളരെ ഉയർന്ന ടെറൈനാണ് ഈ കാർഗിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ നേരെ ഫയറിങ് ഉണ്ടാവുകയാണ് ഭയങ്കരമായിട്ട്. നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ ആ സമയത്തെ ആ ന്യൂസ് റിപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ പട്ടാളം കൊല്ലപ്പെട്ടു ആദ്യം. പിന്നീടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ എയർഫോഴ്സിനോട് പറയുന്നത് അവരുടെ ബങ്കറുകൾ അറ്റാക്ക് ചെയ്യാൻ. ആ സമയത്താണ് ഇന്ത്യൻ എയർഫോഴ്സിന് മനസ്സിലാകുന്നതും, കാരണം ഓപ്പറേഷൻ കമാൻഡിന് വെസ്റ്റേൺ കമാൻഡിന് മനസ്സിലാകുന്നത് അവിടെ പോയി അതിൻ്റെ ബങ്കറിൻ്റെ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് ബോംബ് ഇടുകയാണെങ്കിൽ, അത്രയും താഴ്ന്ന് പറക്കുകയാണെങ്കിൽ ഈ ശത്രുവിൻ്റെ സൈന്യത്തിന് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, അത് ഇതിനെ കയറി അറ്റാക്ക് ചെയ്യും. അപ്പോഴാണ് ഇസ്രായേൽ നമുക്ക് സഹായത്തിന് വരുന്നത്. ഏത് രീതിയിൽ? മിറാഷ് 2000 ഇതിനകത്തോട്ട്, ഈ എയർക്രാഫ്റ്റിനകത്തോട്ട് അവരൊരു ജുഗാഡ് രീതിയിൽ, ഹിന്ദിയിൽ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഈ രീതിയിലാണ് ഒരു ഓഫീസർ എന്നോട് പറയുന്നത്, ഇതിനകത്ത് ബോംബ് ഫിറ്റ് ചെയ്യുകയാണ്. കാരണം മിറാഷിനകത്ത് ആ രീതിയിൽ ഫ്ലൈ ചെയ്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിന് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അവരത് അറേഞ്ച് ചെയ്തിട്ട് അവരിത്ര താഴ്ന്ന് പറഞ്ഞ് ഇത് ബോംബ് ചെയ്യാം. ഇങ്ങനെയാണ് സംഭവം. അതായത് അവർ പിന്മാറുമായിരുന്നു. നഷ്ടമുണ്ടായത് നമുക്കാണ്. 523 സൈനികരാണ് കൊല്ലപ്പെട്ടത്. 1000-ലധികം നമ്മുടെ സൈനികരാണ് സീരിയസ്ലി ഇൻജുവേർഡ് ആകുന്നത്. ഇത് നമുക്ക് എന്തുവാണ് കാർഗിൽ നിന്നും കിട്ടിയത്? സുബ്രഹ്മണ്യം കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നത് നമ്മുടെ യുദ്ധ ഉപകരണങ്ങൾ, അതായത് എക്യുപ്മെൻറ്റ്സ് ഏറ്റവും മോശമായി മാറി. ഇതെല്ലാം റഷ്യൻ സാധനം കൊണ്ടാണ് ഈ റോക്കറ്റ് ഫയറും ഈ ആർട്ടിലറി ഫയറും ഒക്കെ പോയത്. ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഫയർ നമുക്ക് കിട്ടിയ വെപ്പൺ എന്ന് പറയുന്ന ബൊഫോസ് ആയിരുന്നു. അവൻ ഷാർപ്പായിരുന്നു അവൻ്റെ ഷൂട്ടിങ്. ബൊഫോസാണ് ശരിക്കും കാർഗിലിൽ ഫൈറ്റ് ചെയ്തത്. ബാക്കിയുള്ള റഷ്യൻ വെപ്പൺസ് മുഴുവനും യൂസ്ലെസ് ആയിട്ട് മാറി. നിങ്ങൾക്കറിയാം, സ്ക്വാഡ്രൺ ലീഡർ നച്ചിക്കേത, MiG-21 അവിടെ ക്രാഷായി പോയി. അടിച്ചിട്ട് നമ്മുടെ ഫൈറ്റർ പൈലറ്റ് അപ്പുറത്ത് പോയാൽ വീണത്. പിന്നീട് അവർ തിരിച്ചു തന്നു. ഇങ്ങനെ പല ഇഷ്യൂസും ഉണ്ടായി. അപ്പോൾ ഈ കാർഗിൽ ഇന്നും നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താ? യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റ വാറാണ്. കാരണം നമ്മുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അതിനുശേഷമാണ് ഈ പല റിപ്പോർട്ടും വന്നിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ ഈ ഇന്ത്യൻ ആർമിയുടെ എക്യുപ്മെൻറ്റ്സും ഇന്ത്യൻ എയർഫോഴ്സ് എക്യുപ്മെൻറ്റ്സും, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള അപ്ഗ്രേഡ് ചെയ്യണം എന്ന സംഭവം മുന്നോട്ട് വെക്കുമ്പോൾ AK ആൻ്റണിയാണ് തള്ളിക്കളയുക. കാരണം പണമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുമ്പോൾ ആദ്യം എടുത്ത പ്രധാനപ്പെട്ട ഡിസിഷനിലൊന്ന് ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ ഫൈറ്റർ എയർക്രാഫ്റ്റ് മാറ്റണം, മിറാഷിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് റഫേൽ പെട്ടെന്ന് കയറി സൈൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ടായി പാർലമെൻറ്റിലൊക്കെ. കാരണം ഇത്ര കോടിക്ക് മേടിക്കുന്നു, അതിൻ്റെ വെപ്പൺസിൻ്റെ ഇൻ്റഗ്രേഷൻ. പക്ഷേ അത് ആവശ്യമായിരുന്നു, വളരെയധികം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് റഫേൽ പെട്ടെന്ന് അതിൻ്റെ 3 സ്ക്വാഡ്രൺ മേടിക്കുന്നു. അതായത് MiG-21 ഫേസ് ഔട്ട് ചെയ്യാൻ അതും മുഴുവനും വൈപ്പ് ഔട്ട് ചെയ്തിട്ടത് മറ്റ് തേജസ് കൊണ്ടുവരാൻ ശ്രമിക്കില്ലേ, മറ്റുള്ളവരുമായിട്ട് ചർച്ച നടത്തുന്നു. അമേരിക്കയുടെ നിന്ന് ഹൊവിസ്റ്റർ, അതായത് ഗണ്ണുകൾ വാങ്ങുന്നു. അതിലേറ്റവും തമാശ മനസ്സിലാക്കണം, ഇപ്പോൾ കാർഗിലുണ്ടായി നമ്മൾ പഠിച്ചൊരു പാഠം, നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇൻസാസ് എന്ന് പറയുന്ന റൈഫിൾ, അത് 20 റൗണ്ട് കഴിയുമ്പോൾ തിരിച്ച് വെടിവെക്കാൻ തുടങ്ങി. ഈ വാക്കാണ് കമ്മിറ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. 20 റൗണ്ട് കഴിയുമ്പോൾ മുഴുവൻ റിപ്പയർ ചെയ്യാൻ കൽക്കട്ടയിലോട്ട് അവിടെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്.
അങ്ങോട്ട് പോകാൻ തുടങ്ങി. അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി ഇൻസാസ്. പിന്നെ SLRും ഈ നമ്മുടെ ഇൻഫൻട്രിയുടെ കാരണം സെൽഫ് ലോഡിങ് റൈഫിൾ പഴയതായത്, അതും AK-47 വെച്ചാണ് നമ്മൾ ഫയർ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഏറ്റവും ഇഞ്ചുറി ഉണ്ടായത് നമുക്ക്. ഇത്രയും സൈനികർ കൊല്ലപ്പെട്ട കാരണം നമ്മുടെ വെപ്പൺസ് ഇല്ലാതായിപ്പോയി. എന്നാൽ ഇന്ത്യൻ സൈന്യം അത് ഇതുപോലെ ഹൈലി പ്രൊഫഷണലാണ്, വെൽ ട്രെയിൻഡാണ്. പക്ഷെ സാധനം വേണ്ടായോ? റഷ്യ വലുതായിട്ട് പൊക്കിക്കാണിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട സാധനമാണ്. ഇനി അടുത്തത് നമ്മൾ എടുക്കാം ബാലാക്കോട്ട്. ബാലാക്കോട്ട് എന്തുവാ? അതായത് CRPFുമായിട്ട് അവരുടെ ഒരു കോൺവോയ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ടെററിസ്റ്റ് അതിനകത്തോട്ട് കയറുന്നു. അത് ഏകദേശം 60-70 പരം ഇന്ത്യൻ CRPF ഭടന്മാർ കൊല്ലപ്പെടുന്നതാണ്. അതിൻ്റെ ഇതായിട്ടാണ് പെട്ടെന്ന് നരേന്ദ്രമോദി ബാലാക്കോട്ട് അറ്റാക്ക് ചെയ്യുന്ന, പാകിസ്ഥാൻ ഡീപ്പായിട്ട് അകത്തോട്ട് കയറിയിട്ട് അവരുടെ ടെററിസ്റ്റ് ക്യാമ്പിൽ കയറി അറ്റാക്ക് ചെയ്യുന്നു. സത്യം പറയും, എനിക്കും ആവേശമായി. കാരണം അങ്ങനൊരു തീരുമാനം എത്രയോ നാളിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കുന്നത്. എന്നിട്ട് തിരിച്ചാലോചിച്ചിട്ടുണ്ടോ? അവിടെ പാകിസ്ഥാൻ തിരിച്ച് അറ്റാക്ക് ചെയ്ത് അമേരിക്ക പറഞ്ഞു, അമേരിക്കയുടെ ഒരു സിഗ്നൽ കൊടുത്തു, ഓക്കെ യു ക്യാൻ ഓൾസോ അറ്റാക്ക്. പക്ഷെ സിംബോളിക് ആയിരിക്കണം, ആളുകൾ കൊല്ലപ്പെടരുത്. അപ്പം ഈ ബാലാക്കോട്ടിന് തിരിച്ചുള്ള അറ്റാക്കാണ്. ഇന്ത്യയുടെ അമൃത്സറിലുള്ള ബോർഡറിൽ പാകിസ്ഥാൻ്റെ F-16 വരുന്നു. കന്റോൺമെൻറ്റ് ഭാഗത്ത് ബോംബ് ചെയ്യുന്ന, ആൾക്കാരില്ലാത്ത ഭാഗത്ത് ഫ്ലൈറ്റ് തിരിച്ചു പോകുന്ന സമയത്ത് MiG-21 തമിഴനായ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് പൈലറ്റായിരുന്നു അദ്ദേഹം. ഇത് ഫ്ലൈ ചെയ്യുന്നു, അതിനെ അടിച്ചിടുന്നു പാകിസ്ഥാനെ വെച്ച്. അടിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം അപ്പുറത്തായിരുന്നു, പിന്നെ തിരിച്ച് ഇന്ത്യക്ക് കൈമാറി. പിന്നീട് എന്താ ഉണ്ടായത്? നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവായിട്ട് വെച്ചേക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ എയർഫോഴ്സിലുള്ള ചോപ്പർ, ഒരു ഫൈറ്റർ ചോപ്പറാണ്, ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തന്നെ വെപ്പൺസ് അടിച്ചിട്ടു നമ്മുടെ ഹെലികോപ്റ്റർ. ഇതാണ് റഷ്യൻ വെപ്പൺസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ്റെയും F-16 നമ്മൾ അടിച്ചിട്ടു. ചുമ്മാ. കാരണം പാകിസ്ഥാൻ്റെ F-16 പിന്നീട് വന്നിട്ട് അമേരിക്കൻ അത് കൗണ്ട് ചെയ്തിട്ടും പ്രസ് റിലീസ് കൊടുത്തു, അവരുടെ എല്ലാ എയർക്രാഫ്റ്റും അതേപോലെയുണ്ട്. അപ്പം ഇവിടെ ആരാ തോറ്റത്? ചോദ്യമാണ്. നമ്മുടെ ഫൈറ്റർ പോയി, അതേപോലെ തന്നെ ചോപ്പർ പോയി. ഏകദേശം 12-13 നമ്മുടെ സൈനികർ കൊല്ലപ്പെടുന്നു. ഇതാണ് ഞാൻ ഈ പറയുന്നത്. റഷ്യൻ എക്യുപ്മെൻസിനെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഈ രണ്ടിടത്തും ആരാണ് കമാൻഡ് ഓർഡർ ചെയ്തത്? അമേരിക്കയാണ് ചെയ്തത്. ഇന്നും അമേരിക്ക പറയുന്നുണ്ട് ഈ സംഭവം. അതാണ് അവരുടെ ഡീപ്പ് സ്റ്റേറ്റ്. അവർ വിചാരിച്ചാൽ അത് നടത്തും. അത് കാർഗിലിൽ കണ്ടു, തിരിച്ച് റിട്ടാലിയേഷൻ അറ്റാക്ക് ബാലാക്കോട്ടിൽ കണ്ടു. ഇതാണ് ഈ രാജ്യം. എന്നിട്ട് ഇന്നും നമ്മൾ പറയും നമ്മൾ വിജയിക്കും. നമ്മളെവിടെ വിജയിച്ചത്? ഇതാണ് ആദ്യം മുതൽ നമ്മുടെ എക്യുപ്മെൻസും ആംസും പൂർണ്ണമായിട്ടും മാറ്റേണ്ട സമയമായി. അതിലേറ്റവും താങ്ക്സ് ടു മോദി. കാരണം അദ്ദേഹമാണ് ഇന്ത്യയിൽ തന്നെ ഈ റഷ്യ എന്ന് പറയുന്നത് മേടിക്കാതെ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് ഇസ്രായേലിൻ്റെ ടെക്നോളജി അത് ഒരു വല്ലാത്തൊരു ഗ്രോത്ത് ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ അയച്ചു. കാരണം സ്പെസിഫിക്കേഷൻ ടെക്നോളജി എല്ലാം അവരുടെയാണ്. അത് പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടാക്കാൻ കൊടുത്തു. നിങ്ങൾ കണ്ടു കാണും, ഒരു സമയത്ത് ഇന്ത്യയുടെ ശക്തിമാനെന്ന് പറഞ്ഞ റോഡ് മുഴുവനും കേടായിട്ട് കിടക്കും. അവിടുന്ന് മാറ്റിയത് പ്രൈവറ്റൈസ് ചെയ്ത് അശോക് ലേലാൻഡിനും ടാറ്റയ്ക്കും കൊടുത്തു. ട്രക്കുകൾ അവർ പണിയാൻ തുടങ്ങി. കാരണം നമുക്ക് ഈ ടെക്നോളജിയുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇൻസാസിൻ്റെ കംപ്ലീറ്റ് ഒഴിവാക്കുമല്ലേ. അതിൻ്റെ ഭാഗമായിട്ടല്ലേ AK-201 202 UP മാനുഫാക്ചർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ കാരണം. അല്ലാതെ മറ്റൊരു കാരണം നമുക്ക് ആ ഒരു ടെക്നോളജി ഇപ്പോഴും കൈവരിക്കാൻ സാധിച്ചില്ല. മോദി വന്ന ശേഷം വീണ്ടും പറയാം, പ്രൈവറ്റ് കമ്പനി, ബാംഗ്ലൂർ ബേസ്ഡ് പ്രൈവറ്റ് കമ്പനി അസോൾട്ട് റൈഫിൾ ഡിസൈൻ ചെയ്തു. പത്രങ്ങളിൽ വാർത്ത, സംഭവം അടിപൊളി സാധനമാണ്. അത് പല രാജ്യങ്ങളും ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങിയത്. ഈ പാട്ട സാധനം എല്ലാം കൂടെ പോയി പറയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് റഷ്യ ഉക്രൈൻ വാർ നമ്മൾ കാണുകയാണ്. റഷ്യയുടെ എക്യുപ്മെൻറ്റ്സ് എവിടെയും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ MiG-29 അവർ ഫ്ലൈ ചെയ്യുന്നില്ല.
കാരണം ലോങ് റേഞ്ച് മിസൈലിലോട്ടാണ് അവർ പോയേക്കുന്നത്. സുക്കോയ് ഫ്ലൈ ചെയ്യുന്നില്ല. ഇന്ത്യ വലിയ രീതിയിലാണ് സുക്കോയ് വാങ്ങിയത്. ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി അതൊരു മാന്യൂവർ ചെയ്യാവുന്ന ഒരു എയർക്രാഫ്റ്റുമാണ്. ഒരു സ്റ്റെൽത്തായ വളരെ അതിൻ്റെ വളരെ മോശമായ രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ്. ആക്രമിക്കാൻ പറ്റത്തില്ല. ലോ ഇതിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ റഫേൽ വാങ്ങിയത്. വീണ്ടും പറയാം, ഉക്രൈൻ റഷ്യ വാറിനകത്ത് F-16, അതായത് ഉക്രൈനോട് F-16 അത് ക്രാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെ ക്രാഷ് ചെയ്തിട്ട് എന്താ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. ഉക്രൈൻ അവരുടെ എയർഫോഴ്സ് ചീഫിനെ മാറ്റി. അത് ഇന്നും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് F-16 ആണ്. അത് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. ഒരിക്കലും പൊട്ടത്തരം പറയുകയും ചെയ്യരുത്. എന്തുകൊണ്ടാണ് ഉക്രൈൻ ഫ്രാൻസുമായിട്ട് ഇത്രയും നല്ല ബന്ധമായിരുന്നു? എന്തുകൊണ്ടാണ് റഫേൽ വാങ്ങാത്തത്? എന്തുകൊണ്ടാണ് റഫേൽ ഉക്രൈൻ ഡിമാൻഡ് ചെയ്യാത്തത്? കാരണം ഇത് പെർഫോം ചെയ്ത് കാണിക്കണം ടെറൈൻ്റെ അകത്ത്. അത് ഇത്രയും നാൾ ഈ റഫേലിന് അതേപോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ F-16 വളരെ റിലയബിളാണ്. ഈ സംഭവം വളരെ ചീപ്പും ബെസ്റ്റുമാണ്. ഇതിനെ വിശ്വസിക്കാം. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനമെന്ന് പറയുന്നത്. ഞാനത് ഈ എക്യുപ്മെൻസിനെ പറ്റി പറയുമല്ല, ഡീപ് സ്റ്റേറ്റിനെ പറ്റി പറയുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, എന്ന് ഇന്ത്യ അമേരിക്ക ഒന്ന് ചൊറിയാൻ വേണ്ടി ന്യൂക്ലിയർ വെപ്പൺസ് ചെയ്തു, കാർഗിലുണ്ടാക്കി. ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിന് ബാലാക്കോട്ട് ഇപ്പോൾ തിരിച്ചടിച്ചു. അവിടെ നമുക്ക് ആ നഷ്ടമുണ്ടായത്. ഇതൊന്നും മറക്കരുത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഴയൊരു മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഓരോ ടോപ്പിക്കുകൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എനിക്കറിയാവുന്ന സത്യങ്ങളാണ്. ഒരു സത്യത്തെ മൂടി വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അമേരിക്ക ഇവരെയൊക്കെ ഉപയോഗിച്ച് കളിക്കും. അതിൻ്റെ ഓരോ തെളിവുകളാണ് ഓരോന്നായിട്ട് ഞാൻ പറയുന്നത്.